മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ഇന്ന് വായനാ ദിനത്തിൽ ചാലോടിലെ എൻ അവനികയെ പരിചയപ്പെടാം. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ ചലഞ്ചിൽ ഗോൾഡൻ ചലഞ്ച് വിന്നറാണ് അവനിക. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി. അവനികയ്ക്ക് വായന ഒരു ഹരമാണ്. ഒഴിവു സമയങ്ങളിലൊക്കെ കയ്യിലൊരു പുസ്തകമുണ്ടായിരിക്കും. ഏപ്രിൽ 19 മുതൽ മെയ് 31 വരെ തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടത്തിയ വായനാ ചലഞ്ച് മത്സരത്തിൽ 6234 പേജുകൾ ഉൾക്കൊള്ളുന്ന 62 പുസ്തകങ്ങൾ വായിക്കുകയും 37 പുസ്തകങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്ത് ഗോൾഡൻ ചാലഞ്ച് വിന്നറായി വിമാനയാത്രയ്ക്ക് അർഹത നേടിയിരിക്കുകയാണ് ഈ മിടുക്കി. ചിത്രരചനയിലും കരകൗശല നിർമ്മാണത്തിലും മികവ് പുലർത്തിയാണ് ഗോൾഡൻ ചലഞ്ച് വിജയിയായത്. ചിത്രകഥകളൊക്കെയാണ് ആദ്യം വായിച്ചു തുടങ്ങിയത്. കോവിഡ് കാലത്ത് കുറേ പുസ്തകങ്ങൾ വായിക്കാൻ അവസരം കിട്ടി. പിന്നീട് 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് കുറച്ചുകൂടി ഗൗരവത്തോടെ വായനയെ കണ്ടു തുടങ്ങിയത്. അച്ഛനും അമ്മയും അധ്യാപകരും അയൽവക്കക്കാരുമൊക്കെ വായനയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് അവനിക പറയുന്നു. ഞാൻ പുസ്തകത്തിലേക്ക് വായിച്ചു തുടങ്ങിയത് കൊറോണ കാലത്താണ്. കൊറോണ കാലത്ത് പുസ്തകങ്ങളിലേക്ക് വരാൻ എന്നെ സഹായിച്ചത് ബാലഗോകുലമാണ്. ബാലഗോകുലത്തിൽ നിന്ന് മയിൽപ്പീലി എന്ന് പേരുള്ള ഈ ഒരു പുസ്തകത്തിൻ്റെ ഓരോ ലക്കങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പം കിട്ടിയ മയിൽപ്പീലിയാണ്. ഇതിൽ നിന്ന് വായിച്ചു തുടങ്ങി അടുത്തുള്ള വായനശാലയിലേക്കും, പിന്നെ ടീച്ചർ എന്നോട് കൂടാളി വായനശാലയെ പറ്റി പറഞ്ഞു. അവിടുന്ന് വായിച്ച ശേഷമാണ് ഞാൻ ചാലോട് വായനശാലയിൽ നിന്ന് വായിക്കാൻ തുടങ്ങിയത്. അവിടുന്നും കൂടി വായിച്ചു തുടങ്ങി. പിന്നെ ഇപ്പം നല്ലോണം വായിച്ചു പോകുന്നുണ്ട്. ഞാൻ വായനയിലേക്ക് വരാൻ തുടക്കം കുറിച്ചത് ഒരു വെക്കേഷനിലാണ്. വെക്കേഷനിൽ വായനാ ചലഞ്ചെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വായിച്ചു തുടങ്ങി. അന്നേരം ടി വിയിൽ കട്ടായിരുന്നു, ടി വിയിൽ പൈസ ഉണ്ടായിരുന്നില്ല. ആ സമയം കൂടി ഞാൻ അന്നേരം വായനയിലേക്ക് ഉൾപ്പെടുത്തി. എനിക്ക് കുറേ പുസ്തകങ്ങൾ വായിച്ചു, കുറേ നോവലും എല്ലാം വായിച്ചിട്ടുണ്ട്. നോവലും ബാലസാഹിത്യം എല്ലാം വായിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതുപോലെയുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പുസ്തകം കുട്ടനും കിളിയും എന്നുള്ളതാണ്. അതിലൊരു 2 സമൂഹത്തെ കാണിച്ചു തരുന്നുണ്ട്. അതൊരു നോവലാണ്. ആ ഒരു പുസ്തകത്തിൽ തന്നെ 2 നോവലുണ്ട്. 2 നോവലിൽ നല്ല രസമുള്ള നോവലാണ്. ഒന്നിൽ കണ്ണൻ്റെ ലോകം എന്ന നോവലും കുട്ടനും കിളിയും എന്ന നോവലാണ് ഉള്ളത്. വായനാ ചലഞ്ച് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് അവനിക കാഴ്ചവെച്ചതെന്ന് ചാലോട് EK നായനാർ സ്മാരക വായനശാല പ്രവർത്തകനും തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗവുമായ ഈ മനോഹരൻ സാക്ഷ്യപ്പെടുത്തുന്നു. വായനശാലയുടെ വായനാ ചലഞ്ചിൽ വളരെ മികച്ച പ്രകടനമാണ് അവനിക കാഴ്ചവെച്ചത്. 62 പുസ്തകം, നമ്മളങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ വായനാ ചലഞ്ചിൽ വിമാനയാത്രക്ക് എത്തുന്ന രീതിയിലൊരു കുട്ടി ഉണ്ടാകുമെന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനിക വായിച്ചു തുടങ്ങിയപ്പോൾ വളരെ ഉഷാറായിട്ട് വായിച്ചു. 62 പുസ്തകങ്ങൾ വായിച്ച് തീർത്തു. 37ഓളം പുസ്തകങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതി തന്നു. മാത്രമല്ല പുതിയ പുസ്തകങ്ങൾ സംഘടിപ്പിച്ച് കുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വായന മരിച്ചു പോകുന്നു എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾ വായനാരംഗത്തേക്ക് കൊണ്ടുവരാൻ വായനശാലകൾക്ക് കഴിയുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ചാലോടിലെ കോവൽ ബാബുവിൻ്റെയും N ബീനയുടെയും മകളായ അവനികയ്ക്ക് പഠനത്തോടൊപ്പം മികച്ച പുസ്തകങ്ങൾ കണ്ടെത്തി വായിച്ചു വളരാനും സാഹിത്യലോകത്ത് അറിവിൻ്റെ വെളിച്ചമായി മാറാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചാലോട്. സാഗരം മാറിലേറ്റും കതിരോൻ വീണറിഞ്ഞു, കാതരേ നിന്റെ നെഞ്ചിൽ എരിയും സൂര്യനാരോ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.